ഹലോ ഫ്രണ്ട്സ്, ഓൾ ഇന്ത്യ റൈഡിൻ്റെ 7ാം ദിവസത്തെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പുരി അമ്പലത്തിന് ചുറ്റും ഭക്തരെ കൊണ്ടും കച്ചവടക്കാരെ കൊണ്ടും നല്ല തിരക്കുണ്ടായിരുന്നു രാവിലെ തന്നെ. പുരി ഒരു ദിവസം നിന്ന് കറങ്ങി കാണണം എന്നൊക്കെയായിരുന്നു നമ്മൾ ആഗ്രഹിച്ചത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ തൊട്ട് മഴയായിരുന്നു. അപ്പം ഇന്നും ഞാൻ ക്ലൈമറ്റ് നോക്കിക്കഴിഞ്ഞപ്പം കുറച്ച് കഴിയുമ്പോഴത്തേക്കും നല്ല മഴയാണ് ഇവിടെ കാണിക്കുന്നത്. അതുകൊണ്ട് അതിനു മുമ്പ് സിറ്റിയിൽ നിന്ന് പുറത്ത് കിടക്കാൻ വേണ്ടി രാവിലെ 8 മണിയായപ്പോൾ തന്നെ നമ്മൾ ഇറങ്ങി. ഇന്നലെ ആ മോശം വഴിയിൽ കൂടെ വരുന്നതിന് പകരം ഒരു 20 കിലോമീറ്റർ കൂടുതൽ സഞ്ചരിച്ചിരുന്നെങ്കിൽ നമുക്ക് ഇപ്പോൾ ഈ കാണുന്ന വഴിയിൽ കൂടെ തന്നെ പുരി നഗരത്തിലേക്ക് വരാൻ പറ്റുമായിരുന്നു. വഴിയിൽ കണ്ട രസകരമായ ഒരു കാഴ്ചയായിരുന്നു ഇത്. പുരിയിൽ നിന്ന് ഭുവനേശ്വറിന് പോകുന്ന ഒരു ബസ്സാണിത്. ഭുവനേശ്വർ സിറ്റിയിലൂടെയാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇവിടെ കുറച്ച് എക്സ്പ്ലോർ ചെയ്യണമെന്നൊക്കെ നമ്മൾ ആഗ്രഹിച്ചായിരുന്നു. പക്ഷേ കാലാവസ്ഥ അനുകൂലമല്ലാത്തത് കൊണ്ട് നമ്മൾ പോവുകയാണ് നേരെ. എത്രയും പെട്ടെന്ന് കൊൽക്കത്ത എത്തുക. പോകുന്ന വഴിക്ക് മഴയുണ്ടെന്നാണ് കാണിക്കുന്നത്. നമുക്ക് നോക്കാം. മഹാനദി എന്ന് പറഞ്ഞ റിവർ ക്രോസ് ചെയ്യാണ് നമ്മളിപ്പം. സൈഡിൽ തന്നെ റെയിൽവേ പാലവും നമുക്ക് കാണാൻ സാധിക്കും. കറക്റ്റ് സമയത്ത് തന്നെ ഒരു ട്രെയിനും അതിലെ വന്നു. അപ്പോൾ അതിൻ്റെ ദൃശ്യങ്ങളാണിത്. കട്ടക് സിറ്റിയിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഭംഗിയുള്ള ചുവർ ചിത്രങ്ങൾ കൊണ്ട് ഇവിടെയും നഗരത്തെ അലങ്കരിച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരിക്കാൻ വേണ്ടിയിട്ടാണ് ധാബയിൽ കയറി കഴിച്ചത്. പക്ഷെ ഇത്രയും ഫുഡിന് നമുക്ക് 200 രൂപയിലധികം ചിലവായി അവിടെ. പ്രതീക്ഷിച്ച പോലെ തന്നെ നമുക്ക് മഴ കിട്ടി. പക്ഷെ നമ്മൾ പ്രിപ്പയർഡ് ആയിരുന്നു. റെയിൻകോട്ടെല്ലാം ഇട്ട് തന്നെയാണ് യാത്ര ചെയ്തിരുന്നത്. അതുകൊണ്ട് നമ്മൾ നിർത്തിയില്ല. കാരണം നിർത്തിയിട്ട് കാര്യമില്ല. കാരണം കാലാവസ്ഥ നോക്കുമ്പം ഇനി ഒരു കുറേ നേരത്തേക്ക് മഴയാണ്. അതുകൊണ്ട് മുമ്പോട്ട് പോവുക തന്നെ ചെയ്യുക. മഴയൊന്ന് ഒതുങ്ങിയപ്പം ഇച്ചിരി ക്ഷീണം മാറാൻ വേണ്ടി നമ്മളിത് ഈ കാണുന്ന വെയിറ്റിംഗ് ഷെഡിൽ കിടന്ന് കുറച്ച് നേരം ഒരു പവർ നാപ്പ് എടുത്തു. അതിന് ശേഷമാണ് നമ്മൾ വീണ്ടും യാത്ര തുടർന്നത്. ക്ഷീണം തോന്നുമ്പം ഇങ്ങനെയുള്ളൊരു പവർ നാപ്പ് എടുക്കുന്നത് എന്തുകൊണ്ടും നമുക്ക് യാത്രയ്ക്ക് നല്ലതാണ്. ഞാനത് സ്ഥിരം എടുക്കാറുണ്ട്. ഇപ്പോൾ മിക്ക ദിവസങ്ങളിലും ഉച്ച കഴിയുമ്പോൾ ഒരു 10 അല്ലെങ്കിൽ 15 മിനിറ്റ് ഇതുപോലൊരു സ്ഥലം കണ്ടുപിടിച്ച് ഞാൻ കുറച്ച് നേരം ഒന്ന് ഉറങ്ങി വിശ്രമിക്കാറുണ്ട്. നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഇന്ന് ഭൂരിപക്ഷ സമയവും മഴ തന്നെയായിരുന്നു. നമ്മളിപ്പോൾ ഖരഗ്പൂർ സിറ്റിയുടെ ഭാഗത്തൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് ഇൻഡസ്ട്രിയൽ ഏരിയയാണ് ഇവിടെ. റോഡിൻ്റെ ഇരുവശങ്ങളിലും ഒരുപാട് ഇൻഡസ്ട്രീസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മഴ എത്ര പെയ്താലും നിർത്തില്ല എന്ന വാശി തന്നെയായിരുന്നു ഇന്ന് ഞാൻ. അതുകൊണ്ട് തന്നെ വലിയ മഴ പെയ്തിട്ടും വണ്ടി നിർത്തിയില്ല. കൊൽക്കത്ത സിറ്റി എത്താറായപ്പോഴത്തേക്കും മഴ കുറഞ്ഞു. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കാഴ്ച കാണുന്നത്. ബൈക്കിന് റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി മേൽപ്പാലം പണിത് വെച്ചേക്കുന്നു. കൊൽക്കത്ത സിറ്റിയിലേക്ക് നമ്മൾ പ്രവേശിച്ചു. നല്ല തിരക്കുണ്ടായിരുന്നു റോഡിൽ. കൊൽക്കത്തയിൽ വന്നാൽ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്ന ഒന്നാണിത്, യെല്ലോ അംബാസഡർ കാർ. കൊൽക്കത്തയുടെ ഒരു ഐക്കൺ തന്നെയാണത്. അങ്ങനെ ഇന്നത്തെ പര്യടനം അവസാനിപ്പിച്ച് നമ്മുടെ അക്കോമഡേഷനിലേക്ക് നമ്മളെത്തി. നമ്മൾ നേരത്തെ ബുക്ക് ചെയ്തിട്ടാണ് പോകുന്നത്. ഇതൊരു ഹോസ്റ്റൽ പോലെയാണ്. ഡോർമെറ്ററി ആയിരുന്നു. പെർ ഡേ 500 rupees നമുക്ക് എക്സ്പെൻസ് വന്നുള്ളൂ. സാധനങ്ങളൊക്കെ റൂമിൽ വെച്ചതിന് ശേഷം
നമ്മളൊരു ടാക്സിയിൽ കയറി നഗരം കാണാൻ ഇറങ്ങി. അങ്ങനെ നമ്മൾ ആ ബ്രിഡ്ജിൻ്റെ വ്യൂ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഇവിടെ. നാളെ നമ്മുടെ വണ്ടി സർവീസ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ നാളെയും കൊൽക്കത്തയിൽ തന്നെയാണ് സ്റ്റേ ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ഡോർമെട്രിയുടെ അകത്തു നിന്നുള്ള ഒരു വ്യൂ. ബാക്കി വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി.